ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് ഓൺ ഡിജിറ്റൽ ഹെൽത്ത്, ഇൻവെസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റേഷൻ ഫോർ ഡെവലപ്മെൻറ്റ്, ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, SRS മൈക്രോസ്കോപ്പി, ഇന്ത്യ UK ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ്, എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് അണ്ടർ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്. അപ്പോൾ അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് ഓൺ ഡിജിറ്റൽ ഹെൽത്തിനെ കുറിച്ചാണ്. ഈ ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് ഓൺ ഡിജിറ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഇത് ആക്ച്വലി WHO ഒരു ഇനീഷ്യേറ്റീവാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 9 അവരൊരു ന്യൂസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. WHO ലോഞ്ചസ് ഡിജിറ്റൽ ഹെൽത്ത് പ്ലാറ്റ്ഫോം എഗ്രീഡ് അപ്പോൺ ഇൻ ഇന്ത്യാസ് G20 പ്രസിഡൻസി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മൾ ഈ G20 ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്സ് ഈ നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ ഉള്ള കറണ്ട് അഫേഴ്സിനകത്ത് ഡിസ്കസ് ചെയ്ത സമയത്ത് ഈ പറയുന്ന ഡിജിറ്റൽ ഹെൽത്ത് പ്ലാറ്റ്ഫോംസിനെ കുറിച്ചൊക്കെ വലിയ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ത്യ ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ചില കാര്യങ്ങളിലൊന്നാണ് ഇതെന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് ഓൺ ഡിജിറ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ GIDH എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മാനേജ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ്. അതിൻ്റെ എയിം അല്ലെങ്കിൽ അതിൻ്റെ പർപ്പസായിട്ട് അവർ പറയുന്നത് ഗ്ലോബൽ സ്ട്രാറ്റജി ഓൺ ഡിജിറ്റൽ ഹെൽത്ത് 2020-2025 ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്നത്, അല്ലെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് ഓൺ ഡിജിറ്റൽ ഹെൽത്ത് ഇപ്പോൾ WHO നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് മറ്റുള്ള WHO സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഈ ഡിജിറ്റൽ ഹെൽത്ത് സിസ്റ്റം ട്രാൻസ്ഫോർമേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റുള്ള WHO സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതിൻ്റെയൊക്കെ ഇംപ്ലിമെൻറ്റേഷൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് വരുന്നതെന്ന് മനസ്സിലാക്കുക. ഈ പറയുന്ന ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് ഓൺ ഡിജിറ്റൽ ഹെൽത്തിനെ കുറിച്ച് ഒരു എഗ്രിമെൻ്റ് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള രാജ്യങ്ങൾക്കിടയിലുള്ള ഒരു ധാരണ ഉണ്ടാകുന്നത് 2023 ഇപ്പോൾ ഇന്ത്യയിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന G20 ഉച്ചകോടിയുടെ ഒക്കെ സമയത്താണ്. അതായത് 2023 G20 പ്രസിഡൻസി ഇന്ത്യക്കായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു വർഷത്തിലുടനീളം ഇന്ത്യയിൽ ഈ പറയുന്ന ഹെൽത്ത് സെക്ടറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കോൺക്ലേവുകളും അതുപോലെ തന്നെ ഡിസ്കഷൻസൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് എഗ്രി ചെയ്യുന്നതും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത് നടപ്പിലാക്കുന്നതും. അപ്പോൾ ഇതിൻ്റെ ഒരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഇനീഷ്യേറ്റീവ് ഈ ഡിജിറ്റൽ ഹെൽത്ത് അഡ്വാൻസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നീഡിനെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നൊരു കാര്യമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഡിജിറ്റൽ ഹെൽത്ത് സർവീസസ് ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഹെൽത്ത് കെയർ ആക്സസ് പോലും ഇല്ലാത്ത പ്രദേശങ്ങളിൽ ഈ ഡിജിറ്റൽ ഹെൽത്ത് സർവീസസിൻ്റെ പൊട്ടൻഷ്യലിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു കാര്യം കൂടിയാണ് ഇത്. അപ്പോൾ ഇനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഡിജിറ്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിം വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിഗ്നിഫിക്കൻറ്റ് സ്റ്റെപ്പായിട്ടാണ് ഇതിനെ ആളുകൾ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഡിജിറ്റൽ ഹെൽത്ത് എന്നുള്ളത് ഒരു പ്രൂവൺ ആക്സലറേറ്ററായിട്ട്, അതായത് നമ്മുടെ ഹെൽത്ത് ഔട്ട്കംസ് അതുപോലെ തന്നെ യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് അതുപോലെ തന്നെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസൊക്കെ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൂവൺ ആക്സലറേറ്ററായിട്ട് ഈ ഡിജിറ്റൽ ഹെൽത്തിനെ റെക്കഗ്നൈസ് ചെയ്യുന്നതിൻ്റെയും കൂടി ഒരു ഭാഗമാണ് ഇതെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റേഷൻ ഫോർ ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ്. ഇത് WTO ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 15 ഈ WTO ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വലിയൊരു ആർട്ടിക്കിളിൻ്റെ കൂടെ ഒരു ചെറിയൊരു ബോക്സ് ആയിട്ട് ഈ ചൈന ഇനീഷ്യേറ്റീവ് ഇത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ചൈന ലീഡ് ചെയ്യുന്ന ഈ IDF പ്രപ്പോസലിനെ ഇന്ത്യ എതിർക്കുന്നു എന്നുള്ള ഒരു ചെറിയൊരു ബോക്സ് ആർട്ടിക്കിൾ അല്ലെങ്കിൽ ബോക്സ് ന്യൂസായിട്ട് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ IDF-നെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റേഷൻ ഫോർ ഡെവലപ്മെൻറ്റ് IFD എന്നോ അല്ലെങ്കിൽ IDF എന്നൊക്കെ വിളിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റേഷൻ ഫോർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് WTO മെമ്പേഴ്സ് ആയിട്ടുള്ള ഡെവലപ്പിംഗ് ആൻഡ് ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസിൻ്റെ ഒരു ജോയിൻറ്റ് ഇനീഷ്യേറ്റീവ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഈ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലൈമറ്റ് അതിനെ ഇമ്പ്രൂവ് ചെയ്യുക, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള സാഹചര്യങ്ങൾ കൂടുതൽ ബെറ്റർ ആക്കുക, കുറച്ചും കൂടി ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ആക്കി മാറ്റുക. അതുപോലെ തന്നെ ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഫ്ലോ അല്ലെങ്കിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻ്റർനാഷണൽ പ്രൊമോഷൻ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ കോഓപ്പറേഷനെ പ്രൊമോട്ട് ചെയ്യുക എന്നീ കാര്യങ്ങളാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റേഷൻ ഫോർ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ഇതിൻ്റെ ഭാഗമായിട്ട് WTOയുടെ ആംബിറ്റിൽ അല്ലെങ്കിൽ WTOയുടെ ലീഡർഷിപ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ചൈനയുടെ ഒക്കെ നേതൃത്വത്തിൽ ചില രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, ഇത് പ്രധാനമായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റിനെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം മാർക്കറ്റ് ആക്സസ്, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊട്ടക്ഷൻ, ഗവൺമെൻറ് പ്രൊക്യൂർമെൻറ്റ്, അതുപോലെ തന്നെ സബ്സിഡീസ്, ഇൻവെസ്റ്റർ സ്റ്റേറ്റ് ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് കവർ ചെയ്യുന്നില്ല എന്ന്
മനസ്സിലാക്കുക. സോ ഇത് ബേസിക്കലി ഒരു ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസീസിനെ ലിബറലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസീസിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉദാരീകരണം അല്ലെങ്കിൽ ലിബറലൈസേഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടല്ല ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് ഫെസിലിറ്റി ഉദ്ദേശിക്കുന്നത്. ഇത് ബേസിക്കലി ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊസീജിയേഴ്സ് കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ എന്തുകൊണ്ട് ഇതിനെ ഒപ്പോസ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഇന്ത്യ ഒപ്പോസ് ചെയ്യുന്നതിനുള്ളൊരു പ്രധാന കാരണമായിട്ട് ഇന്ത്യ പറയുന്നത് രാജ്യങ്ങൾക്കിടയിൽ ഇതിനകത്തൊരു കൺസെൻസസ് ഇല്ലയെന്നും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊന്നും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നിലവിൽ തയ്യാറായിട്ടില്ല എന്നുമാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ പുറത്തു നിർത്തിക്കൊണ്ട് ഇങ്ങനൊരു കാര്യം ഇപ്പോൾ നടപ്പിലാക്കരുതെന്നാണ് ഇന്ത്യ പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയെക്കുറിച്ചാണ്. സോ ഈ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇന്ത്യൻ ഗവൺമെൻറ് ഇപ്പോൾ ന്യൂക്ലിയർ പവർ സെക്ടറിനകത്ത് ഒരു $26 ബില്യൺ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ റിലയൻസ് ഇൻഡസ്ട്രീസ്, ടാറ്റ പവറൊക്കെ പോലുള്ള പ്രൈവറ്റ് പാർട്ടീസുമായിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് ചർച്ചകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ന്യൂക്ലിയർ പവർ കോർപ്പറേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ഇന്ത്യയിലെ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളുടെ സോൾ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഈ ന്യൂക്ലിയർ പവർ കോർപ്പറേഷനാണ്. അപ്പോൾ നിലവിൽ ഇന്ത്യയിൽ ഈ ന്യൂക്ലിയർ പവർ സെക്ടറിനകത്തുള്ള പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 16 ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ള ഇത്തരത്തിലൊരു $26 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ന്യൂക്ലിയർ പവർ സെക്ടറിൽ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ പവർ സെക്ടറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഗവൺമെൻറ് ശ്രമിക്കുന്നതിൻ്റെ മറ്റൊരു കാരണം എന്ന് പറയുന്നത്, നമ്മൾ ഈ പറയുന്ന ഇന്ത്യയുടെ എനർജി മിക്സിനകത്തുള്ള പ്രധാനപ്പെട്ട കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് തെർമൽ പവർ പ്ലാന്റ്സ് ആണ്, അല്ലെങ്കിൽ തെർമൽ പവർ ആണ്. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ഡിപ്പെൻഡൻസി കുറക്കാൻ വേണ്ടി ഇന്ത്യ വലിയ ഇതിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാരണം ഈ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇന്ത്യയുടെ കമ്മിറ്റ്മെൻറ്റ്സ് ആണ്. മറ്റൊന്ന്, ഒരു 2030 ആകുമ്പോഴേക്കും ഈ ഇന്ത്യയുടെ എനർജി മിക്സിനകത്ത് ഈ പറയുന്ന തെർമൽ പവർ പ്ലാന്റുകളല്ലാതെ ഏകദേശം ഒരു 50% നോൺ ഫോസിൽ ഫ്യൂൽ ബേസ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി 2030 അച്ചീവ് ചെയ്യണം എന്ന് ഇന്ത്യ ലക്ഷ്യം വെക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ നമ്മുടെ ഈ ഇന്ത്യയുടെ എനർജി മിക്സിനകത്ത് 42% നോൺ ഫോസിൽ ഫ്യൂൽ ബേസ് ചെയ്തിട്ടുള്ള പവറിൻ്റെ ഒരു ഷെയർ എന്ന് പറയുന്നത്. അതൊരു 8% ഉയർത്തി 50% എത്തിക്കാനാണ് 2030 എത്തിക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ എന്ന് പറയുന്നത് ഒരു നോൺ ഫോസിൽ ഫ്യൂൽ ടൈപ്പ് ഓഫ് എനർജി സോഴ്സ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫീൽഡിൽ ഇത്രയധികം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ഇപ്പോൾ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇന്ത്യ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ന്യൂക്ലിയർ പവർ സെക്ടറിനകത്ത് ഇത്രയും വലിയൊരു മാസീവ് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 5ഓളം പ്രൈവറ്റ് ഫേംസുമായിട്ട് ഗവൺമെൻറ് ഇപ്പോൾ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും റിലയൻസ് ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ ടാറ്റ പവറൊക്കെ ആയിട്ടാണ് ചർച്ച നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് $26 ബില്യൺ ഏകദേശം ഇന്ത്യയുടെ ന്യൂക്ലിയർ പവർ പ്രൊഡക്ഷൻ കപ്പാസിറ്റി 2040 ആകുമ്പോഴേക്കും ഇന്ത്യയുടെ ന്യൂക്ലിയർ പവർ കപ്പാസിറ്റിക്കകത്തൊരു 11,000 മെഗാവാട്ടും കൂടി ആഡ് ചെയ്യാനാണ് നമ്മുടെ ഗവൺമെൻറ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രൈവറ്റ് കമ്പനീസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ലാൻഡ് അക്വിസിഷനും അതുപോലെ തന്നെ കൺസ്ട്രക്ഷനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉപയോഗിക്കുക. ഇത്തരത്തിൽ ഈ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന ന്യൂക്ലിയർ പവർ പ്ലാന്റുകളുടെ ഓപ്പറേഷണൽ കൺട്രോള് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അല്ലെങ്കിൽ NPCILൻ്റെ കീഴിൽ തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ NPCILനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നത് ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ കീഴിൽ വരുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണെന്ന് മനസ്സിലാക്കുക. മുംബൈയിലാണ് ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. 1987 അന്നത്തെ 1956 നിലവിലുണ്ടായിരുന്ന കമ്പനീസ് ആക്ടിൻ്റെ കീഴിലാണ് ഇത് രജിസ്റ്റർ ചെയ്യുന്നത്. അതായത് കമ്പനീസ് ആക്ട് അനുസരിച്ചിട്ടുള്ള ഒരു രജിസ്റ്റേർഡ് കമ്പനിയാണിതെന്ന് മനസ്സിലാക്കുക. ഇത് കംപ്ലീറ്റ്ലി ഹോളി ഗവൺമെൻറ് ഓൺ ചെയ്യുന്നൊരു കമ്പനിയാണ്. 100% ഷെയറും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കൺട്രോളിലാണ്. ഇന്ത്യയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിൽ നിന്ന് ന്യൂക്ലിയർ എനർജി ജനറേറ്റ് ചെയ്യുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള സോൾ അതോറിറ്റിയും കൂടിയാണ് ഈ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ കീഴിലാണ് ഇവർ വരുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് SRS മൈക്രോസ്കോപ്പിയെ കുറിച്ചാണ്. സോ SRS മൈക്രോസ്കോപ്പിയെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഇന്നത്തെ ഹിന്ദുവിൻ്റെ സയൻസ് പേജിനകത്ത് അവർ ഈ നമ്മുടെ ബോട്ടിൽഡ് വാട്ടേഴ്സിനകത്ത്, നമ്മൾ മിനറൽ വാട്ടർ എന്നൊക്കെ വിളിക്കുന്ന കുപ്പിവെള്ളത്തിനകത്തുള്ള ടൈനി പ്ലാസ്റ്റിക് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം
നമ്മൾ വിചാരിക്കുന്നതിനേക്കാട്ടിലും കൂടുതലായിരിക്കും, അല്ലെങ്കിൽ അത് അണ്ടർ എസ്റ്റിമേറ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റഡി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ടൈനി പ്ലാസ്റ്റിക് പാർട്ടിക്കിൾസിനൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഈ SRS മൈക്രോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഈ SRS മൈക്രോസ്കോപ്പി അല്ലെങ്കിൽ സ്റ്റിമുലേറ്റഡ് രാമൻ സ്കാറ്ററിംഗ് മൈക്രോസ്കോപ്പി എന്ന് പറയുന്നത് നോൺ ഇൻവേസീവ് ആയിട്ടുള്ള ഇമാജിങ്, അതായത് ഒരു ലിവിങ് ടിഷ്യൂവിൻ്റെ നോൺ ഇൻവേസീവ് ആയിട്ടുള്ള ഇമാജിങ് സാധ്യമാക്കുന്ന ഒരു മെത്തേഡാണ് ഈ സ്റ്റിമുലേറ്റഡ് രാമൻ സ്കാറ്ററിംഗ് മൈക്രോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഈ പേര് വരാനുള്ള കാരണം ഈ ഇന്ത്യയിലെ ഒരു സയൻറ്റിസ്റ്റൊക്കെ ആയിരുന്ന, അതുപോലെ തന്നെ 1930s ഫിസിക്സിനുള്ള നോബൽ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുള്ള CV രാമൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു രാമൻ എഫക്റ്റ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. സോ ഈ രാമൻ എഫക്റ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു SRS മൈക്രോസ്കോപ്പി ബേസിക്കലി ഈ രാമൻ എഫക്റ്റിൻ്റെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിന് ഒരു പേര് വരാനുള്ള കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രാമൻ എഫക്റ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഒബ്ജക്റ്റിൻ്റെ മോളിക്യൂൾസിൻ്റെ മൾട്ടിപ്പിൾ ഇമേജസ് അത് ഡിഫറെൻറ്റ് വേവ് ലെങ്ത്തുകളിൽ ക്യാപ്ചർ ചെയ്യാനും അതുകൊണ്ടുകൂടെ ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള കോമ്പോസിറ്റ് പിക്ചർ പ്രൊവൈഡ് ചെയ്യാനും ഈ SRS മൈക്രോസ്കോപ്പിക്ക് പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ SRS ഇമാജിംഗ് പ്ലാറ്റ്ഫോം ഓട്ടോമേറ്റഡ് ആൽഗോരിതമൊക്കെ ആയിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഈ സിംഗിൾ പാർട്ടിക്കിൾ ലെവലിലൊക്കെ ഉള്ള പ്ലാസ്റ്റിക്കിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ അത് നമ്മളെ സഹായിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള അതിൻ്റെ ഒരു കെമിക്കൽ മേക്കപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ഇതിലൂടെ കിട്ടും എന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഇന്ത്യ-UK ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിനെ കുറിച്ചാണ്. നമ്മൾ GS പേപ്പർ 2-നകത്ത് മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ GS പേപ്പർ 3-കകത്ത് എക്കണോമിക് ആയിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു ടോപ്പിക്കാണിത്. സോ ഇന്ത്യ-UK ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതിന് മുമ്പും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇതിപ്പോൾ കുറച്ച് കാലമായിട്ട് ചർച്ചയിലുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ നമ്മളിതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഇപ്പോൾ 2024 മെയ് മാസം ആകുമ്പോഴേക്കും നമ്മളവിടെ ലോക്സഭാ ഇലക്ഷൻ വരാൻ പോവുകയാണ്. സോ ഈ ലോക്സഭാ ഇലക്ഷൻ്റെ മുന്നോടിയായിട്ട് ഇതിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് നിലവിൽ വരും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ UK-യുമായിട്ടുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് ഫൈനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ടീം ഇപ്പോൾ ലണ്ടനിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 1-നകത്ത് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഇന്ത്യ-UK ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിൻ്റെ കേസിൽ എന്താണ് ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് എന്ന് മനസ്സിലാക്കുക. രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള ട്രേഡിനെ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ട്രേഡ് ബാരിയേഴ്സൊക്കെ റിമൂവ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ളൊരു ബേസായിട്ട് മാറുന്ന എഗ്രിമെൻ്റാണ് ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ സ്വതന്ത്ര വ്യാപാര കരാറെന്ന് മലയാളത്തിൽ വിളിക്കും. അതായത് അത്തരത്തിൽ സ്വതന്ത്ര വ്യാപാര കരാർ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള അല്ലെങ്കിൽ ആ കരാറിൻ്റെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങൾക്കിടയിലുള്ള ട്രേഡിനകത്തുള്ള റെസ്ട്രിക്ഷൻസ് വളരെ കുറവായിരിക്കും. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ട്രേഡ് ബാരിയേഴ്സ് താരിഫൊക്കെ ഒഴിവാക്കി കിട്ടിക്കഴിഞ്ഞാൽ ഈ ട്രേഡ് കൂടുതൽ വർദ്ധിക്കുകയും ആ രാജ്യങ്ങൾക്കിടയിലുള്ള ട്രേഡ് റിലേഷൻസ് ഇമ്പ്രൂവ് ആകുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് ഒരു ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ-UK ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അതിനകത്ത് UK-ക്കുള്ള പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK ഈ ബ്രെക്സിറ്റിന് ശേഷം, അതായത് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു പോയതിന് ശേഷം അവർക്ക് യൂറോപ്യൻ യൂണിയന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റുകൾ കണ്ടെത്തുക, യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സപ്ലയേഴ്സിനെ കണ്ടെത്തുക എന്നുള്ളത് ഒരു പുതിയൊരു ചാലഞ്ചാണ്. അപ്പോൾ അത്തരത്തിൽ അവർക്ക് യൂറോപ്യൻ യൂണിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു പരിധി വരെ കുറക്കാൻ ഇതിലൂടെ സാധിക്കും എന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റും. കാരണം യൂറോപ്യൻ യൂണിയനെക്കാട്ടിലും വലിയൊരു മാർക്കറ്റാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പല കാര്യങ്ങളും യൂറോപ്യൻ യൂണിയനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള ഒരു സപ്ലയർ ആയിട്ട് ഇന്ത്യക്ക് മാറാനും സാധിക്കും. അതുപോലെ തന്നെ രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള ട്രേഡ് വലിയ രീതിയിൽ എൻഹാൻസ് ചെയ്യാൻ, ട്രേഡ് എക്സ്പാൻഡ് ചെയ്യാൻ ഇതിലൂടെ സാധിക്കും എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ കൂടുതലും മാർക്കറ്റ് ആക്സസ്, UK മാർക്കറ്റിലേക്ക് ഇന്ത്യക്ക് ആക്സസ് കിട്ടും, ഇന്ത്യൻ മാർക്കറ്റിലേക്ക് UK-ക്കും ആക്സസ് കിട്ടും. അത് സ്വാഭാവികമായിട്ടും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റിലേക്കും അതുവഴി കൂടുതൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റും ഇന്നൊവേഷനിലേക്കൊക്കെ കാര്യങ്ങളെ കൊണ്ടെത്തിക്കും എന്ന് പറയാം. അതുകൂടാതെ ഇന്ത്യ ഇപ്പോൾ വെസ്റ്റുമായിട്ട്, എസ്പെഷ്യലി യൂറോപ്യൻ യൂണിയൻ അതുപോലെ UK, US ഒക്കെ പോലുള്ള രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ റിലേഷൻസ് വലിയ രീതിയിൽ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ചൈനയുടെ റൈസാണ്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നോക്കുന്ന സമയത്ത് ഇതിന് വലിയ രീതിയിലുള്ളൊരു ജിയോ പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസും ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ചാലഞ്ചസ്, എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് പെട്ടെന്ന് നെഗോഷിയേറ്റ് ചെയ്ത് ഫൈനലൈസ് ചെയ്യാൻ പറ്റാത്തതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചാലഞ്ചസ് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന്, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ രീതിയിൽ ഈ ഫോറിൻ ഇമ്പോർട്ടിന് മുകളിൽ അത്യാവശ്യം നല്ല രീതിയിൽ താരിഫ് ഇമ്പോസ് ചെയ്യുന്നൊരു രാജ്യമാണ്. അപ്പോൾ ഈ താരിഫ് റിഡക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലേക്ക് കൂടുതലായിട്ട് ഗുഡ്സിൻ്റെ ഇമ്പോർട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി,
ഇൻഡസ്ട്രീസിന് ഇത് പലപ്പോഴും ഒരു ത്രെട്ടായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ എത്രത്തോളം നമുക്ക് താരിഫ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ എത്രത്തോളം മാർക്കറ്റ് ആക്സസ് ഇത്തരത്തിൽ താരിഫ് റെഡ്യൂസ് ചെയ്ത് ഫോറിൻ കമ്പനീസിന് മാർക്കറ്റ് ആക്സസ് കൊടുക്കാൻ പറ്റും, അതേസമയം നമ്മൾ എങ്ങനെ നമ്മുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ളൊരു ഫൈൻ ആയിട്ടുള്ളൊരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതൊരു ചാലഞ്ചിങ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇന്ത്യ വലിയ രീതിയിൽ നമ്മൾ ഈ ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് ഒക്കെ വരുന്ന സമയത്ത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഡിമാൻഡുകളിലൊന്നാണ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ കേസിൽ നമുക്ക് പ്രൊഡക്ട്സിനെക്കാട്ടിലും, അതായത് ഗുഡ്സിലുള്ള ട്രേഡിനെക്കാട്ടിലും ഇന്ത്യക്കൊരു അപ്പർ ഹാൻഡ് ഉള്ളത് സർവീസ് സെക്ടറിലാണ്. അപ്പോൾ ഈ സർവീസ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് UK മാർക്കറ്റിൽ എത്രത്തോളം ആക്സസ് കിട്ടുന്നുള്ളൊരു ചോദ്യചിഹ്നമാണ്. അതുമാത്രമല്ല, നമുക്ക് സർവീസ് സെക്ടറിൽ വലിയ രീതിയിൽ ആക്സസ് കിട്ടണമെങ്കിൽ പലപ്പോഴും അവിടെ നമുക്ക് ഈ പറയുന്ന ഈ സർവീസ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് ലോക്കൽ ഓഫീസസും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾക്ക് UK മൈഗ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് അവർ കുറയ്ക്കേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ UK നിലവിൽ നമുക്കറിയാം അവർ മൈഗ്രേഷനെ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല. മൈഗ്രേഷൻസിൻ്റെ മുകളിൽ വലിയ രീതിയിൽ റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് UK. അപ്പോൾ ആ ഒരു സമയത്ത് ഈ സർവീസ് സെക്ടറിൽ ഇന്ത്യ ഈ സർവീസ് സെക്ടറിന് എംഫസൈസ് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ഫീൽഡിൽ എത്രത്തോളം UK ലിബറലൈസ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും ഇന്ത്യയും UK തമ്മിലുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂസും ഒരു പ്രശ്നമാണ്. എസ്പെഷ്യലി ഖാലിസ്ഥാൻ മൂവ്മെൻ്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളിലും ഇന്ത്യയും UK സെയിം പേജിലല്ല എന്ന് പറയാം. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഈ WTO ആയിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന നെഗോസിയേഷൻസ്, ഇതിൻ്റെ ഇടയ്ക്ക് സൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള കുറേ ഇൻറ്ററിം ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റുകളുണ്ട്, അത് പ്രശ്നമാണ്. അതുപോലെ തന്നെ IPRുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ വെസ്റ്റുമായിട്ട്, എസ്പെഷ്യലി യൂറോപ്യൻ യൂണിയനിലോ അല്ലെങ്കിൽ യൂറോപ്പിൻ്റെ ഭാഗമായിട്ടുള്ള വെസ്റ്റേൺ യൂറോപ്പിൻ്റെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങളൊക്കെ ആയിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് പ്രധാനമായിട്ടും വരുന്നൊരു പ്രശ്നമാണ് IPR റെജീം എന്ന് പറയുന്നത്. അതായത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ സ്ട്രിക്റ്റ് ആയിട്ട് ഈ ട്രിപ്സ് പോലുള്ള, അതായത് ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്ന WTOയുടെ കീഴിലുള്ള എഗ്രിമെൻ്റൊക്കെ ഇന്ത്യ സ്ട്രിക്റ്റ് ആയിട്ട് നടപ്പിലാക്കണം എന്ന് ആവശ്യപ്പെടുന്ന രാജ്യങ്ങളാണ് ഈ ഡെവലപ്ഡ് രാജ്യങ്ങൾ. അപ്പോൾ നമ്മൾ ഈ തരത്തിലൊരു ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ IPR റെജീം ഇന്ത്യ സ്ട്രിക്റ്റായിട്ട് നടപ്പിലാക്കാനുള്ള ഡിമാൻഡ് അവരുടെ ഭാഗത്തുനിന്ന് വരാനുള്ള സാധ്യത ഉണ്ട്. അതിന് ഇന്ത്യ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം, എസ്പെഷ്യലി ഫാർമ സെക്ടറിലൊക്കെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും എന്നുള്ള കാര്യം ഒരു പ്രശ്നം തന്നെയാണ്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് അണ്ടർ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്നുള്ളതാണ്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഒരു എഡിറ്റോറിയൽ അവർ കൊടുത്തേക്കുന്നത് ഈ പറയുന്ന എൻവയോൺമെൻറ്റൽ ക്ലിയറൻസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഗ്രീനിങ് ഗ്രോത്ത്, വീക്കനിങ് പ്രോസസ് ഓഫ് എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് ഫോർ പ്രൊജക്ട്സ് ഹേർട്ട് ബോത്ത് എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു എഡിറ്റോറിയൽ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോൺടെക്സ്റ്റിലാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നത്. സോ അപ്പോൾ ഈ എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിലവിൽ വളരെ ലോങ് ടേം എടുക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മാസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ചില എൻവയോൺമെൻറ്റിന് വലിയ രീതിയിലുള്ള ഡീഗ്രഡേഷന് സാധ്യതയുള്ള പ്രൊജക്റ്റുകൾക്ക് ആ പ്രൊജക്റ്റുകൾ നടപ്പിലാക്കണമെങ്കിൽ അവർക്ക് ഈ പാരിസ്ഥിതിക അനുമതി എന്ന് നമ്മൾ മലയാളത്തിൽ പറയും, എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ എൻവയോൺമെൻറ്റൽ ക്ലിയറൻസിനെ കുറിച്ച് പറയുന്നത് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റിലാണ്. അതായത് ഈ ഒരു പെർട്ടിക്കുലർ പ്രൊജക്റ്റ് വന്നു കഴിഞ്ഞാൽ അത് എൻവയോൺമെൻറ്റിന് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ടാണ് ഈ എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് കിട്ടുക. അപ്പോൾ ഈ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റിൻ്റെ കീഴിൽ ഈ എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് കൊടുക്കുന്ന സമയത്ത് ചില സമയത്തൊക്കെ പബ്ലിക് ഹിയറിംഗ് ഒക്കെ വെക്കാറുണ്ട്. കാരണം അത് ലോക്കൽ കമ്മ്യൂണിറ്റീസിനെ എത്രത്തോളം എഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടി പരിശോധിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിലവിൽ ഇന്ത്യയിൽ 39 ടൈപ്സ് ഓഫ് ഡെവലപ്മെൻറ്റൽ പ്രൊജക്റ്റുകൾക്ക്, ഇപ്പോൾ മൈനിങ്, ഹൈഡ്രോ പവർ, തെർമൽ പവർ പ്ലാന്റ്, ഇങ്ങനെയുള്ള 39 ടൈപ്സ് ഓഫ് ഡെവലപ്മെൻറ്റൽ പ്രൊജക്റ്റുകൾക്ക് എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് മാൻഡേറ്ററി ആണ്. അപ്പോൾ ഈ എൻവയോൺമെൻറ്റൽ ക്ലിയറൻസിനുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് 2006 പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നോട്ടിഫിക്കേഷനകത്താണ്. ഈ നോട്ടിഫിക്കേഷന് കാലാകാലങ്ങളിൽ അമെൻമെൻറ്റുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു എഡിറ്റോറിയലിനകത്തൊക്കെ പറയുന്നത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടൊക്കെ വന്നിട്ടുള്ള അമെൻമെൻറ്റുകളിലൂടെ ഈ എൻവയോൺമെൻറ്റൽ ക്ലിയറൻസിന് വേണ്ടിയിട്ടുള്ള എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നോട്ടിഫിക്കേഷൻസിനകത്ത് വലിയ രീതിയിലുള്ള ലൂപ്പ് ഹോൾസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് വലിയ രീതിയിലുള്ള എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷന് കാരണമാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസായിട്ട് പറയുന്നത്, ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ ഇതിലുള്ള ലൂപ്പ് ഹോൾസ് ഇതിനകത്ത് കാണാൻ പറ്റും. എസ്പെഷ്യലി ഒരു 2017 ശേഷം ഈ റെട്രോസ്പെക്റ്റീവ് അല്ലെങ്കിൽ റെട്രോസ്പെക്റ്റീവായിട്ട് പല പ്രൊജക്റ്റുകൾക്കും, അതായത് എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നടത്താതെ തന്നെ എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് കൊടുക്കും. ഇത്ര കാലത്തിനടക്ക്, അതായത് ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് അത് മൂവിങ് ആയിട്ട് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നടത്തിയാൽ മതി എന്ന് പറയും. അങ്ങനെ അത്തരത്തിൽ ഏകദേശം 100ഓളം പ്രൊജക്റ്റുകൾക്ക് ഇന്ത്യയിൽ ഈ കഴിഞ്ഞൊരു 3-4 വർഷത്തിനകത്ത്
ഇത്തരത്തിലുള്ള ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് കൃത്യമായിട്ട് എൻഫോഴ്സ് ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നവും ഉണ്ട്. അതുപോലെ തന്നെ ഈ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എടുക്കേണ്ട, ഇത്തരത്തിൽ എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് കൊടുക്കേണ്ട അതോറിറ്റീസിനുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ പ്രശ്നമുണ്ട്. പലപ്പോഴും ഗവൺമെൻറ് നമ്മൾ നോക്കുന്ന സമയത്ത് ഗവൺമെൻറ് പ്രയോറിറ്റൈസ് ചെയ്യുക എക്കണോമിക് ഡെവലപ്മെൻറ്റിനാണ്. അപ്പോൾ അതിന് ഇൻവെസ്റ്റ്മെൻറ്റും ഇൻഡസ്ട്രീസും കാര്യങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റൽ പ്രൊജക്റ്റുകളൊക്കെ നടപ്പിലാക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു മുൻധാരണ അവർക്കുള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളൊരു ഏജൻസീസ് എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് കൊടുക്കുന്ന സമയത്ത് അവർക്ക് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ പബ്ലിക് ഹിയറിങ്ങിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ പബ്ലിക് ഹിയറിംഗ് പലപ്പോഴും നടക്കാറില്ല, അല്ലെങ്കിൽ വളരെ ലിമിറ്റഡ് സ്കെയിലിൽ മാത്രമേ പബ്ലിക് ഹിയറിംഗ് നടക്കാറുള്ളൂ. അപ്പോൾ പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഇതിനകത്ത് വളരെ ലിമിറ്റഡ് ആണ് എന്നുള്ള ഒരു ഇഷ്യൂവും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.